نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. والذين يكنزون الذهب والفضة لا ينفقونها في سبيل الله فبشرهم بعذاب أليم. أوصيكم بنفسي أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിലെ മഹത്വപൂർണമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടുകൂടി അൽഹംദുലില്ലാഹ് നമ്മൾ 8 നോമ്പുകൾ പൂർത്തീകരിച്ച് 9ാമത്തെ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരവും നോമ്പും വിശുദ്ധ ഖുർആൻ പാരായണവും മറ്റു ഇബാദത്തും ഒക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. റമദാനിലെ ബാക്കി വരുന്ന നോമ്പനുഷ്ഠിക്കാനുള്ള പരിപൂർണ ആരോഗ്യം, ആയുസ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കേണ്ട, അതല്ലെങ്കിൽ സാമ്പത്തിക വിശുദ്ധി കൈവരിക്കേണ്ട ഒരു മാസം കൂടെയാണ് വിശുദ്ധ റമദാൻ എന്നുള്ളത്.
നോക്ക്, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അൽമാൽ, സമ്പത്ത്, അതായത് ധനം എന്നുള്ളത്. ആ ധനത്തെ അമിതമായി സ്നേഹിക്കുന്ന, അതിനുവേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി മാത്രം ജീവിതത്തെ മാറ്റിവെച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ വെറുതെ പറയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. ധനത്തെ നിങ്ങൾ അമിതമായി ഇഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹു തന്നെ പറയാ, നിങ്ങൾ ധനത്തെ അമിതമായി സ്നേഹിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു അധ്യായത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശമുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അത് എണ്ണി നോക്കുകയും ചെയ്തവനും നാശമുണ്ട്. യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവൻ വിചാരിക്കുന്നത് എന്റെ സമ്പത്ത് ശാശ്വതമാണെന്നാണ്. പക്ഷേ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. അവൻ ഹുതമയിലേക്ക് എറിയപ്പെടും. വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ. എന്താണ് ഹുതമ എന്ന് പ്രവാചകനെ താങ്കൾക്ക് അറിയുമോ? അത് കത്തിജ്വലിക്കുന്ന നരകത്തിലെ തീയാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി ഇന്ന് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നുണ്ടെങ്കിൽ അത് സമ്പത്താണെന്ന് അള്ളാഹുവും അവന്റെ പ്രവാചകനും നമ്മെ പഠിപ്പിക്കാം. പ്രവാചകൻ പഠിപ്പിച്ചത് എങ്ങനെ? ലൗ അന്ന ലിഇബ്നി ആദം വാദിയം മിൻ ദഹബ്. സ്വർണത്തിന്റെ ഒരു താഴ്വര ഒരാൾക്കുണ്ടെങ്കിൽ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ. രണ്ടാമതൊരു താഴ്വര കൂടിയാണ് ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അതങ്ങനെയാണ്. സമ്പത്തുള്ള ആളുകൾക്കാണ് വീണ്ടും ആ സമ്പത്ത് ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൂടുക. 1 കോടി രൂപ കയ്യിൽ വന്നാല് 1 കോടിയും കൂടെ എനിക്ക് കിട്ടണം, 1 ലക്ഷം വന്നാൽ 1 ലക്ഷം കൂടെ കിട്ടണം. തന്നിൽ താഴെയുള്ള ആളുകളിലേക്ക് നോക്കാനുള്ള ഒരു മനസ്സൊന്നും ആ സമയത്ത് സമ്പത്തിന്റെ കാര്യത്തിൽ ആളുകൾക്കില്ല. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വചനമുണ്ട്, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. ലോകത്ത് കഴിഞ്ഞു പോയ ഓരോ വിഭാഗങ്ങൾക്കും പരീക്ഷണമുണ്ടായിട്ടുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽമാൽ. എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് സമ്പത്താണ്, ധനമാണ്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സമ്പത്താണ് എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം. മാത്രമല്ല, അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷണമാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. നിങ്ങളുടെ മക്കളും അതുപോലെ തന്നെ സ്വത്തുമെല്ലാം ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. അതായത് ഓരോ സമുദായങ്ങൾക്കും പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്, കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഫിത്ന ഉണ്ടായിട്ടുണ്ട്. എന്റെ ഉമ്മത്തിലെ ഫിത്ന എന്ന് പറയുന്നത് സമ്പത്താണ്, ധനമാണ്. അതുപോലെ തന്നെ സമ്പത്തും മക്കളുമെല്ലാം ഒരു അനുഗ്രഹമാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്കത് പരീക്ഷണമായേക്കാം. അത് പരീക്ഷണമാണ് എന്ന് തന്നെയാ ഖുർആൻ പറയുന്നത്. മാത്രമല്ല, ഇന്നദ്ദീനാറ വദ്ദിർഹമ അഹ്ലക മൻ കാന ഖബ്ലകും വഇന്നമാ അഹ്ലകും. ദീനാറും ദിർഹമുമാണ് നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സമുദായത്തെ നശിപ്പിച്ചത്. അത് തന്നെയാണ് നിങ്ങളുടെയും നാശം. മുന്നേ ഉണ്ടായിരുന്ന ജനവിഭാഗത്തെ നശിപ്പിച്ചത് സമ്പത്താണെങ്കിൽ അത് എന്റെ ഉമ്മത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മുടെ നാശവും സമ്പത്ത് മുഖേനയാണ്. നഅൂദു ബില്ലാഹ്. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്ത് ഒരു പരീക്ഷണമാണ്. ഈ ഉമ്മത്തിന്റെ നാശമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പത്തിനെ എടുത്തു പറഞ്ഞെങ്കിൽ
ആ പരീക്ഷണത്തിൽ എനിക്കും നിങ്ങൾക്കും വിജയിക്കേണ്ടതുണ്ട്. നോക്കൂ, ലോകത്ത് എല്ലാവരും ഒരുപോലെയല്ല. പണമുള്ളവരുണ്ട്, അതുപോലെ തന്നെ പാവപ്പെട്ടവരുണ്ട്. എന്നാൽ നമ്മളൊക്കെ ഈ സമ്പത്ത് സമ്പാദിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്തിനാണ് ചെലവഴിക്കുന്നത് എന്നതിന് കൃത്യമായി മറുപടി പറയാതെ, ഉത്തരം പറയാതെ ഒരാൾക്കും നാളെ കാൽപാദം മുന്നോട്ട് വെക്കാൻ സാധ്യമാകുകയില്ല. നമ്മളൊക്കെ നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട സംഭവമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു. നാളെ അല്ലാഹുവിന്റെ അടുക്കൽ വഅൻ മാലിഹി, തന്റെ സമ്പത്തിനെ കുറിച്ച് പറയാതെ അവനോട് ചോദിക്കപ്പെടും, മിൻ ഐന ഇക്തസബഹു, എവിടെ നിന്നാണോ നിന്റെ സമ്പത്ത് നീ സമ്പാദിച്ചത്? ഹലാലായ മാർഗത്തിലൂടെയാണോ ഹറാമായ മാർഗത്തിലൂടെയാണോ നിന്റെ സമ്പത്ത് നീ സമ്പാദിച്ചത്? അതിന് കൃത്യമായി റബ്ബിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. മാത്രമല്ല വീണ്ടും ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, വഫീമ അൻഫഖഹു, നീ എന്തിനാണ് അത് ചിലവഴിച്ചത് എന്ന് പ്രധാനമുള്ള ഒരു ചോദ്യമാണ്. ഏത് മാർഗത്തിലാണ് നീ ആ സമ്പത്ത് കൊടുത്തത് എന്ന രണ്ടാമത്തെ ചോദ്യമുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉത്തരം പറയാതെ നമ്മുടെ കാൽപാദം ഒന്ന് മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. ഇന്ന് ഹറാമായ മാർഗത്തിലൂടെ സമ്പത്ത് സമ്പാദിക്കുന്നവരുണ്ട്. ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ. ഇന്ന് ലോകത്ത് ഹലാലും ഹറാമും വ്യക്തമായിരിക്കെ ഹലാലിൽ നിന്ന് മാത്രമേ നിങ്ങൾ സമ്പത്ത് സമ്പാദിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിലോ ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അതിലും പ്രധാനമാണ് എന്തിനാണ് നീ ചെലവഴിച്ചത്? അത് ചോദിക്കും നമ്മളോട്. ഹറാമായ മാർഗത്തിൽ നീ ചെലവഴിച്ചിട്ടുണ്ടോ, ദീനിന്റെ മാർഗത്തിൽ കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യവും നമ്മളോട് ചോദിക്കും. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്ത് ചെലവഴിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സക്കാത്തും അതുപോലെ തന്നെ സ്വതഖയും. അത് രണ്ടും ഒന്നല്ല, ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും വേറെ വേറെ തന്നെയാ. സ്വതഖ വേറെയാണ്, സക്കാത്തും വേറെയാണ്. സക്കാത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. എന്തെന്നറിയോ? ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്. ഇസ്ലാം 5 കാര്യങ്ങളിൽ സ്ഥാപിതമാണെന്ന് ഏത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ഷഹാദത്താണ്. വഇഖാമസ് സ്വലാത്ത്, 2 നമസ്കാരമാണ്. വഈതാഇസ് സകാത്ത്, 3 സക്കാത്താണ്. വസൗമു റമദാൻ, 4 റമദാൻ മാസത്തിലെ നോമ്പാണ്. അതുപോലെ തന്നെ വഹജ്ജൽ ബൈത്ത്, 5ാമത്തേത് ഹജ്ജാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾക്ക് ഷഹാദത്ത് നമ്മൾ ഓക്കെയാണ്, നമസ്കരിക്കാറുണ്ട്, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്, സമ്പത്തുള്ള ആളുകൾ ഹജ്ജ് നിർവഹിക്കാറുണ്ട്. പക്ഷേ ആ ഇബാദത്തിനെ പോലെ സമ്പത്തിൽ നിന്ന് സകാത്ത് കൊടുക്കുന്നത് പലരും ഗൗനിക്കാറില്ല. നമ്മൾ എങ്ങനെയാണോ 5 വക്ത് നമസ്കരിക്കുന്നത്, റമദാനിൽ എങ്ങനെയാണോ നോമ്പ് അനുഷ്ഠിക്കുന്നത്, അതുപോലെ കാണേണ്ടതാണ് സകാത്ത്. എത്ര ആളുകൾ കാണുന്നുണ്ട്? ഏകദേശം 51 തവണ വിശുദ്ധ ഖുർആൻ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, 51 തവണ. അതില് നമസ്കാരത്തിന്റെ കൂടെ 25 തവണ. എങ്ങനെയൊക്കെയാ? വഅഖീമസ് സ്വലാത്ത വആതസ് സകാത്ത്, വഅഖാമസ് സ്വലാത്ത വആതസ് സകാത്ത് എന്നിങ്ങനെ തുടങ്ങുന്ന നമസ്കാരത്തിന്റെ കൂടെ നമസ്കരിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇബാദത്താണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തുക. ഇന്ന് നോക്കൂ, നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത്, ഇന്ന് ലോകത്ത് എത്ര പേര് പട്ടിണി കിടക്കുന്നുണ്ട്. വിശപ്പടക്കാൻ ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, മരുന്നില്ലാതെ എത്ര പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാൽ എനിക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ മറ്റുള്ളവരുടെ വിഹിതമുണ്ട്, സക്കാത്തുണ്ട്. ആ സക്കാത്ത് നിന്ന് കൃത്യമായി ഇന്ന് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അത് കൃത്യമായി നൽകുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇന്ന് ലോകത്ത് പട്ടിണി ഉണ്ടാവില്ല, ഉറപ്പാ. അത്രയും ഇന്ന് സമ്പത്ത് ആളുകൾ സമ്പാദിക്കുന്നുണ്ട്. തനിക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ മറ്റുള്ളവരുടെ അവകാശമുണ്ട്. നമ്മുടെ അക്കൗണ്ടിലുള്ള, നമ്മുടെ കയ്യിലുള്ള പണം, അത് കോടിയായാലും ലക്ഷങ്ങളാണെങ്കിലും അതിൽ മറ്റുള്ളവരുടെ അർഹത എന്ന് പറയുന്നത് അത് സക്കാത്ത് നിർബന്ധമാണ്, കൊടുത്തിരിക്കണം.
ഇത്രയും കാലം കൊടുക്കാത്ത ആളുകൾ ഉണ്ടറിയോ? അതിന്റെ ശിക്ഷ എന്താണെന്നറിയോ? അതിന്റെ പ്രാധാന്യം എന്തെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായ സമയത്ത് ചില ആളുകൾ സക്കാത്തിനെ നിഷേധിച്ചു. സക്കാത്ത് വേണ്ട, ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? വല്ലാഹി ലഅഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്. അല്ലാഹുവാണ് സത്യം, ലഅഖാതിലന്ന ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്, സകാത്തിനും നമസ്കാരത്തിനും ഇടയിൽ ഭിന്നത കാണിക്കുന്നവരുമായി ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. നോക്കൂ നിങ്ങള്, നമസ്കാരത്തിനും സകാത്തിനും ഇടയിൽ വേർതിരിവ് കാണിക്കുന്നവരുമായി ഞാൻ പടവെട്ടും, യുദ്ധം ചെയ്യും. അപ്പൊ ഈ നമസ്കാരം എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി നമ്മൾ നമസ്കരിക്കുന്നുണ്ടോ അതുപോലെ കൊടുക്കേണ്ട ഒന്നാണ് സക്കാത്ത്. ഫഇന്ന സകാത്ത ഹഖുൽ മാൽ, സക്കാത്ത് ധനത്തിന്റെ അവകാശമാണ്. അള്ളാന്റെ ഹബീബിന്റെ അടുക്കൽ ഒരാൾ വന്നു, തമീം ഗോത്രത്തിൽപ്പെട്ട മനുഷ്യൻ. യാ റസൂലല്ലാഹ് ഇന്നി ദുൽ മാലുൻ കസീർ, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ധനമുണ്ട്. ഫഅഖ്ബിർനി കൈഫ അൻഫിഖു വകൈഫ അസ്ന, ഞാൻ എങ്ങനെയാണത് ചെലവഴിക്കേണ്ടത്, എന്താണ് ഞാൻ ആ സമ്പത്ത് കൊണ്ട് ചെയ്യേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തഖ്റുജു സകാത മിൻ മാലിക, നിന്റെ സമ്പത്തിൽ നിന്ന് നീ സകാത്ത് കൊടുക്കുക. ഫഇന്നഹാ തുതഹിറുക, അത് നിന്നെ ശുദ്ധീകരിക്കും. സകാത്തിന് അർത്ഥം എന്താ പറഞ്ഞു തരാം പണ്ഡിതന്മാര്? ഒന്ന് നമാ എന്നുള്ളതാ, വളർച്ച, സിയാദത്ത്, അത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ സമ്പത്ത് അങ്ങനെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. രണ്ടാമത്തെ അർത്ഥം ത്വഹാറത്ത്, ശുദ്ധിയാണ്. ആ സകാത്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ സമ്പത്തിനെ അത് ശുദ്ധീകരിക്കും. മൂന്ന് ബറക്കത്താണ് അതിന്റെ അർത്ഥമായിട്ട് പറഞ്ഞത് സകാത്തിന്റെ. അതിൽ അള്ളാഹുവിന്റെ ബറക്കത്ത്, അനുഗ്രഹമുണ്ടാകും. അത്രയും പ്രാധാന്യത്തോടു കൂടി അള്ളാഹുവും അവന്റെ പ്രവാചകനും സഹാബത്തൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഗൗരവം കാണിക്കണം. ഇനി സഹോദരങ്ങളെ, ആ സകാത്ത് കൊടുക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസുണ്ട്, മൻ ആതാഹു അല്ലാഹു മാലൻ ഫലം യുഅദ്ദി സകാതുഹു, ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി, വേണ്ടുവോളം സമ്പത്ത് നൽകിയിട്ട് ആരെങ്കിലും അതിൽ നിന്ന് സകാത്ത് കൊടുത്തില്ല, മുസ്സില ലഹു യൗമുൽ ഖിയാമത്തി ശുജാഅൻ നഖറഉ, അത് അന്ത്യനാളിൽ സർപ്പമായി രൂപപ്പെടും. ഹബീബ് പറയാം, ലഹു സബീബത്താനി, ആ സർപ്പത്തിന് രണ്ട് തേറ്റകൾ ഉണ്ടാകും, യുതൗവിഖുഹു, അവനെ ചുറ്റിപ്പൊതിയും, സുമ്മ യഅഖുദു ബിശിദ്ഖൈഹി, പിന്നെ അവന്റെ കവിളിൽ കടിച്ചുകൊണ്ട് പറയും, അനമാലുക വകുൻസുക, നിന്റെ ധനമാണടോ ഞാൻ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതുകയാ, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ ഒരിക്കലും വിചാരിക്കേണ്ട ഉവ ഖൈറുൽ ലഹും, അവർക്ക് നന്മയാണെന്ന്, ബൽ ഹുവ ശർറുൽ ലഹും, അത് അവർക്ക് തിന്മയാണ്. സയുതൗവിഫൂന മാ ബഖിലൂ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു ആ ധനം കൊണ്ട് ആ മനുഷ്യന്റെ മേൽ മാല ചാർത്തപ്പെടുന്നതാണ്. എത്ര ഗൗരവമുള്ള വിഷയം നോക്കൂ. അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ട് സകാത്ത് കൊടുക്കാത്ത മനുഷ്യർ, ആ സമ്പത്തെല്ലാം ഒരു സബീബത്താണ്, ഒരു സർപ്പമായി വന്ന് അതിന്റെ തെറ്റുകൾ കൊണ്ട് നമ്മുടെ കഴുത്തിൽ കടിച്ചിട്ട് പറയാം, ഞാൻ നിന്റെ സമ്പത്താണ്, ധനമാണ്. ഇനി അള്ളാഹു കൊടുത്തതിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന മനുഷ്യർ വിചാരിക്കണ്ടട്ടോ അത് നല്ല കാര്യത്തിനല്ല, നല്ല കാര്യത്തിനാണ് എന്ന്. ബൽ ഹുവ ശർറുൽ ലഹും, അത് അവർക്ക് ശർറാണ്, തിന്മയാണ്. അതിന് ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്വർണത്തിന് വെള്ളിന് പ്രത്യേകം പറഞ്ഞു, എന്താ? വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും എടുത്തു വെക്കുന്ന, സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ, വലാ യുൻഫിഖൂനഹ, എന്നിട്ട് അതിന്റെ സകാത്ത് നിസാബത്തിട്ട് കൃത്യമായി കൊടുക്കാത്തവർ, ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കണേ. അവരുടെ ശിക്ഷ എന്താണ്? യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും,
നരകാഗ്നിയിൽ വെച്ച് ആ സമ്പത്തെല്ലാം സ്വർണവും വെള്ളിയും ചുട്ടു പഴിപ്പിക്കപ്പെടുകയും എന്നിട്ടത് കൊണ്ട് ആ മനുഷ്യന്റെ നെറ്റികളിലും പാർശ്വങ്ങളിലും മുതുകുകളിലും ചൂടുവെക്കപ്പെടുകയും ചെയ്യുന്നതാണ്. നോക്കൂ ആ ശിക്ഷയുടെ ഗൗരവം. നിങ്ങൾ ഇന്ന് എത്രയോ ആളുകൾ സ്വർണമുണ്ടായിട്ട് വെള്ളിയുണ്ടായിട്ട് അതല്ലെങ്കിൽ സമ്പത്തുണ്ടായിട്ട് അതിൽ നിന്ന് ഇത്രയും കാലം സക്കാത്ത് കൊടുക്കാത്ത ആളുകളുണ്ട്. ഇന്ന് കൃത്യമായി അതിന്റെ നിസാബ് നോക്കി കൊടുക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്, അവർക്കതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇതൊക്കെ ശിക്ഷകളാണ്. ദുനിയാവിലെ ഒരു ശിക്ഷയെ പറ്റിയും കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണെന്നറിയോ? മാ മനഅ ഖൗമുസ് സകാത്തു ഇല്ല ബിത്തിലാഹും ബിസ്സിനീൻ. സകാത്ത് കൊടുക്കാത്ത ഒരു സമൂഹമുണ്ടെങ്കിൽ വരൾച്ച കൊണ്ട് ആ സമൂഹത്തെ ഞാൻ പരീക്ഷിക്കും. വലം യംനഉ സകാത്ത അംവാലിഹിം മുനിഉ അൽഖത്ര മിനസ് സമാ. ആരെങ്കിലും സകാത്തിനെ തടഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ആകാശത്തിൽ നിന്ന് മഴത്തുള്ളി തടഞ്ഞു വെക്കും. വലൗലൽ ബഹാഇമു ലം യംതറൂ. കന്നുകാലികളില്ലെങ്കിൽ മഴയെ അവർക്ക് കൊടുക്കൂല. അവരുണ്ടായിട്ടാണ് ആ മഴയെങ്കിലും നമുക്ക് ലഭിക്കുന്നത്. പിന്നെ പ്രവാചകൻ പറഞ്ഞു, ഖിയാമത്തിന്റെ അലാമത്തായിക്കൊണ്ട് അസ്സകാത്തു മഗ്നമ, സകാത്ത് മൂടി വെക്കുന്ന ഒരു കാലം വരും. കൊടുക്കാനൊക്കെ ഉണ്ടാവും, പക്ഷെ കൊടുക്കൂല. അങ്ങനെ മൂടി വെക്കുന്ന ഒരു കാലം വന്നാൽ നിങ്ങൾ ഖിയാമത്തിനെ പ്രതീക്ഷിക്കുക. നോക്കൂ, എങ്ങനെയാണ് നമ്മൾ സകാത്ത് കൊടുക്കേണ്ടത് എന്ന് സഹാബത്ത് കൃത്യമായി പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ പറയാണ് ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട്, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് കൊടുക്കേണ്ടത് എന്ന് പ്രവാചകരെ സഹാബത്ത് ചോദിക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുക, ഖുലിൽ അഫ്വ, മിച്ചമുള്ളതിൽ നിന്ന് കൊടുക്കണം. 595 ഗ്രാം വെള്ളിയുടെ പണം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുത്തിരിക്കണം. 2.5% സക്കാത്ത് കൊടുക്കണം. 1 ലക്ഷം രൂപ ഒരാളെടുത്തുണ്ടെങ്കിൽ 2500 രൂപ കൊടുക്കണം. ഇനി 10 ലക്ഷമാണെങ്കിൽ 25,000 കൊടുക്കണം. 1 കോടി ഉണ്ടെങ്കിൽ 2,50,000 കൊടുക്കണം. നമ്മൾ ഒരു വർഷം, ഈ കഴിഞ്ഞ റമദാനിൽ സക്കാത്ത് കൊടുത്ത ആളുകൾ, സമ്പത്തിന്റെ സക്കാത്ത് കൊടുത്ത ആളുകൾ ഈ വർഷം, ഇപ്പൊ റമദാൻ മാസമായി, അറബി മാസമാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. നമ്മളടുത്ത് മിച്ചം, മിച്ചമുള്ളത്, ബാക്കിയുള്ളത്, ബാലൻസ് ഉള്ളത് അത് എണ്ണി നോക്കിയിട്ട് അതിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അന്യന്റെ മുതലാണ് നമ്മൾ തിന്നുന്നത്. ആ ഒരു ഓർമ്മ നമുക്ക് വേണം. അത് കൊടുത്തിട്ടില്ലെങ്കിലോ നേരത്തെ പറഞ്ഞ ശിക്ഷ നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട്. അതുപോലെ തന്നെ 85 ഗ്രാം സ്വർണം. സ്വർണത്തിന് നല്ല വിലയുള്ള സമയമാണ്. 1,16,000, 1,20,000 അടുത്തൊക്കെ ആയിട്ടുണ്ട്. 85 ഗ്രാം 10.5 പവൻ ഒരാളെടുത്ത് സ്വർണമുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 11 ഉണ്ടെങ്കിൽ 10.5 കഴിച്ച് അരണ്ടല്ല കൊടുക്കേണ്ടത്. 10.5 പവൻ ഉണ്ടെങ്കിൽ ആ 10.5 പവന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ഇപ്പൊ സ്വർണത്തിന് വില കൂടുമ്പോൾ എടുത്ത് കൊടുക്കാൻ ചില മടിയുണ്ടാവും. അവരെ പറ്റി നേരത്തെ പറഞ്ഞത്, സ്വർണം വെള്ളിയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ശേഖരിച്ചു വെക്കുക, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുക. സ്വർഗ്ഗമുണ്ട് എന്നുള്ള സന്തോഷ വാർത്തല്ല, അവർക്ക് വേദനാജനകമായ സഹിക്കാൻ കഴിയാത്ത ശിക്ഷയുണ്ടെന്ന് നീ അറിയിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ആളുകളൊക്കെ ഇങ്ങനെ ചില പള്ളികളിലൊക്കെ സംഘടിതമായി നമ്മൾ കൊടുക്കാറുണ്ട്, സ്വന്തമായിട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ സ്വന്തം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് സംഘടിതമായിട്ട് കൊടുക്കുന്നത് തന്നെയാണ്. നമ്മുടെ കുടുംബത്തില്, ഫാമിലിയില് ഒക്കെ പെട്ട ആളുകളുടെ നമുക്ക് കൊടുക്കാം. പിന്നെ സംഘടിത സക്കാത്തിലേക്കും കൊടുക്കാം. അത് ശരിക്കും നമ്മള് സംഘടിത സക്കാത്തൊക്കെയുള്ള പള്ളികളില് നമ്മള് ആളുകൾ തരാൻ വേണ്ടി കാത്തിരിക്കാൻ പറ്റൂല. ഖുർആന്റെ കൽപ്പന എന്താണെന്നറിയോ? അംറു ഫിഅല, കൽപ്പനക്രിയയാണ്. തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം. സമ്പന്നരിൽ നിന്ന് ഇങ്ങനെ എടുക്കുക, പിടിച്ചു വാങ്ങുക, ചോദിച്ചു വാങ്ങുക. നമ്മള് അറിയാം ഒരാളെ സാമ്പത്തിക സ്ഥിതി എന്താ, ഈ വർഷം കൊടുക്കണില്ലേ, ഇത്ര ഉണ്ട്, ചോദിച്ചു വാങ്ങുക. തുഖദു മിൻ അഗ്നിയാഇഹിം, അതിങ്ങനെ എടുക്കണം എന്നാ പറഞ്ഞത്. അതുപോലെ പണക്കാരിൽ നിന്ന് വതുറദ്ദു ഇലാ ഫുഖറാഇഹിം, എന്നിട്ട് ഫുഖറാക്കൾക്ക് കൊടുക്കണം. ആർക്കാണ് കൊടുക്കേണ്ടത്? ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാ, ദരിദ്രർക്ക്, വൽ മസാകീൻ, അഗതികൾക്ക്, വൽ ആമിലീന അലൈഹ, ഇതിന്റെ കാര്യത്തിൽ പ്രവർത്തിച്ച ആളുകൾക്ക്, വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ഇസ്ലാമുമായി മനസ്സ് ആകർഷിച്ച ആളുകൾക്ക്, വഫിർ റിഖാബ്, അതുപോലെ തന്നെ അടിമമോചനത്തിന്റെ കാര്യത്തിൽ, വൽ ഗാരിമീൻ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, വഫി സബീലിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ, വബിനസ് സബീൽ, വഴിപോക്കർക്ക്. ഖുർആനിൽ പറഞ്ഞ ആളുകളാണ് സക്കാത്തിന്റെ അവകാശികൾ.
അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന 2 മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അത് സക്കാത്തും സദഖയാണ്. അതിൽ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞത്, അതിന് അവകാശികൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുക, അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെങ്കിൽ നമ്മൾ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. സക്കാത്ത് അതിന് നിസാബ് കൃത്യമായി കണക്കനുസരിച്ച് നോക്കി അത് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അത് അന്യരുടെ സമ്പത്താണ്, നമ്മുടെ സമ്പത്തല്ല എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പരിപൂർണ്ണ പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പത്ത് ശുദ്ധീകരിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ആദ്യ മാർഗമായ സക്കാത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്, നമ്മൾ പ്രത്യേകിച്ച് റമദാനിലേക്ക് നമ്മൾ കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒന്നാണ് സദഖ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ നഖസത്ത് സദഖത്തും മിൻ മാൽ യസീദുല്ലാഹു ഫി അംവാലിക്കും. സദഖ നിങ്ങളുടെ ധനത്തെ ഒരിക്കലും കുറക്കൂല, അത് അധികരിപ്പിക്കുക മാത്രമേ ഉള്ളൂ. യസീദു ഫി അംവാലിക്കും. നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ 100 രൂപ പോകും, 1000 രൂപ പോകും, അവിടെ കുറവുണ്ടാവും. പക്ഷെ അത് നിങ്ങളുടെ സമ്പത്തിനുള്ള ബറക്കത്താണ്, അതൊരിക്കലും നിങ്ങളുടെ സമ്പത്തിന് കുറക്കൂല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മാത്രമല്ല, ഹർഷിന്റെ തണൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. എന്താ പ്രവാചകൻ പറഞ്ഞത്? വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഖഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു വമാ തുൻഫിഖ ബിയമീനിഹി. വലത് കൈ കൊണ്ട് സദഖ നിർവഹിക്കുന്നത് ഇടത് കൈ അറിയാതെ ചെയ്തവൻ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഓരോ ദിവസവും സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലായിക്കത്ത് ചില പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഇനി സമ്പത്ത് കൊടുത്തിട്ട് ചെലവഴിക്കാത്ത മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന എന്തെന്നറിയുമോ? അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ. അള്ളാഹുവേ, നീ സമ്പത്ത് കൊടുത്തിട്ട് ആ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നീ മുൻഫികൻ ഖലഫ, പകരമായി വീണ്ടും നീ സമ്പത്ത് കൊടുക്കണേ എന്ന് മലക്ക് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് സ്വതക്ക നിർവഹിക്കാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവർക്കെതിരെയും മലക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. ആ മനുഷ്യന് നാശം കൊടുക്കണേ, അവന്റെ സമ്പത്ത് നശിപ്പിക്കണേ. ആ പ്രാർത്ഥന നോക്കി, ഏതെങ്കിലും മനുഷ്യന്മാരല്ല പ്രാർത്ഥിക്കുന്നത്, മലക്ക് പ്രാർത്ഥിക്കാണ്. നമ്മളിപ്പോ 10 രൂപ കൊടുത്തു, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫ എന്ന് മലക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുവേ, വീണ്ടും വീണ്ടും അധികരിപ്പിച്ചു കൊടുക്കണേ. എന്നാല് നേരത്തെ പറഞ്ഞ പോലെ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദി ജമഅ മാലൻ വഅദ്ദദ. സമ്പത്തുണ്ട്, അതിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി നോക്കുന്ന ആളുകൾ ചെലവഴിക്കൂല. അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, നാശം കൊടുക്കണം. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, അസ്സദഖതു തുത്ഫിഉൽ ഖതിഅത കമാ യുത്ഫിഉൽ മാഉൻ നാറൽ ഹതബ. മാഉൻ നാർ, വെള്ളം തീയെ ഊതിക്കെടുത്തുന്നത് പോലെ സദഖ പാപങ്ങളെ ഊതിക്കെടുത്തു. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടാനുള്ള കാരണം കൂടിയാണ് സദഖ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രാധാന്യം പറയാണ്, മസലുൽ ലദീന അംവാലുഹും ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ സമ്പത്ത് ചെലവഴിച്ചു കഴിഞ്ഞാൽ കമസലി ഹബ്ബത്തിൻ, അതൊരു ധാന്യമണി പോലെയാണ്. ഉദാഹരണം പറയാം, അല്ലാഹു അംബത്തത സബഅ സനാബിൽ, ആ ധാന്യം നമ്മൾ പാകി കഴിഞ്ഞാൽ അതിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാകുന്നു. എന്നിട്ട് ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, 7 കതിരിലും 100 ധാന്യമണികൾ വീതം ഉണ്ടാകും. അപ്പൊ 700 ആയി. ഒരു വിത്ത് പാകിയത് കൊണ്ട് 700 ധാന്യമണി കിട്ടി. അതുപോലെ 1 രൂപ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ 700 രൂപ ചെലവഴിക്കുന്നവനെ പോലെ വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അല്ലാഹു അങ്ങനെ അധികരിപ്പിച്ചു കൊടുക്കും. ഇരട്ടി അല്ലാഹു ആ മനുഷ്യന് പ്രതിഫലം കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം. അപ്പൊ സഹോദരങ്ങളെ, സക്കാത്തിന്റെ കൂടെ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു അമലാണ്, ഒരു ഇബാദത്താണ് സദഖ എന്നുള്ളത്. അത് പ്രത്യേകിച്ച് നമ്മൾ അറിയാലോ, റമദാനിൽ കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പുണ്യമുണ്ട്. നമ്മൾ കൊടുക്കും തോറും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ വർദ്ധനവ് നൽകും. അപ്പൊ ആ കാര്യം കൂടെ നമ്മൾ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കാം. അതിന്റെ കൂടെ നമ്മൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ പള്ളി നമ്മൾ വിപുലീകരിക്കുന്നുണ്ട്. അത് മുന്നേ ഒരിക്കൽ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സമ്പത്ത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ, ഹദീസ് അറിയാലോ, അള്ളാഹുവിന് വേണ്ടി ഒരാള് ഒരു പള്ളി നിർമ്മിച്ചാൽ, അതിന് ഭാഗവാക്കായി കഴിഞ്ഞാൽ, അതിലേക്ക് തന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം കൊടുത്തു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സ്വർഗത്തിൽ വീട് പണിത് കൊടുക്കും. മാത്രമല്ല, അതില് ആ പള്ളിയിലോട്ട് കയറുന്ന ഓരോ മനുഷ്യരും ഉളൂ എടുക്കുമ്പോ, അതുപോലെ തന്നെ നമസ്കരിക്കുമ്പോ, സുജൂദ് ചെയ്യുമ്പോ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ അതിന്റെയൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എപ്പോഴെന്നറിയോ? ഇപ്പോഴും കിട്ടും, ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം കിട്ടും. ആ സമ്പത്ത്, നമുക്കൊരുപാട് സമ്പത്ത് ഉണ്ട് എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ മറവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ സമ്പത്ത് ഉപയോഗിക്കുന്ന ആളുകളാരാ? അനന്തരാവകാശികളാണ്. പക്ഷെ നമ്മുടെ ജീവിതകാലത്ത് എത്രയോ ആളുകളുണ്ട് സ്വന്തമായിട്ട് പള്ളി നിർമ്മിക്കുന്ന ആളുകൾ, സ്വന്തമായി മദ്രസ നിർമ്മിക്കുന്ന ആളുകൾ, അതിന് സ്ഥലം കൊടുക്കുന്ന ആളുകൾ, ജാരിയായ സ്വതക്കക്ക് വേണ്ടി തന്റെ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ. അതിന്റെയൊക്കെ പ്രത്യേകത നിങ്ങൾ നോക്കൂ. മറവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ബർസഖിയായ ജീവിതം ആരംഭിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ പേടിക്കാനില്ല. അതിന്റെ പ്രതിഫലം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ സമ്പത്തൊന്നും ചെലവഴിച്ചിട്ടില്ല, കുറെ ബാക്കി വെച്ചു പോയി. അത് ആരെങ്കിലൊക്കെ ഉപയോഗിക്കും. അപ്പോ സദഖത്തുൻ ജാരിയക്ക് നമ്മൾ എന്ത് ചെയ്യാ? പ്രാധാന്യം കൊടുക്കുക. അത് നമ്മുടെ ഖബറിലേക്ക്, പരലോക ജീവിതത്തിലേക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം, നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുക, സാമ്പത്തിക വിശുദ്ധി, അത് സദഖയിലൂടെയും സകാത്തിലൂടെയും നമ്മൾ നിർവഹിക്കണം എന്നതാണ് പറഞ്ഞു വന്നത്. അങ്ങനെ നിർവഹിക്കുന്ന സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സമ്പത്തിനെ പറ്റിയിട്ട് അള്ളാഹു ചോദിക്കുമ്പോ അതിന് കൃത്യമായി മറുപടി പറയാനുള്ള, അത് ഹലാലായ മാർഗത്തിൽ നിന്നാണ് സമ്പാദിച്ചത്, ഹലാലായ മാർഗത്തിലാണ് ചെലവഴിച്ചത് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് അള്ളാഹു സാധിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ ഇബാദത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹു നമ്മെ ഏവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ റമളാനിലെ നോമ്പും മറ്റു ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു അവരുടെ രോഗത്തിന് പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അള്ളാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل صيامنا وقيامنا وتلاوة القرآن. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آل محمد. آمين آمين برحمتك يا أرحم